പ്രദീപ് രംഗനാഥിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്ന സുഭാഷ് കെ രാജ് ആദ്യമായി എഴുതി സംവിധാനം ചെയ്തു വന്നിരിക്കുന്ന ഒരു ആക്ഷൻ ത്രില്ലർ പടമാണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ആക്ഷൻ കിങ് അർജുൻ ആണ് മെയിൻ റോളിൽ. അതുപോലെ പ്രീതി മുകുന്ദനാണ് മെയിൻ റോളിൽ കേട്ടോ, പുള്ളിയുണ്ട്. ഈ അർജുൻ ഈ പ്രായത്തിൽ എന്നാ ഒരു ഇതാന്നേ. അതുപോലെ പ്രീതി മുകുന്ദൻ, ഒരു കുടുംബം, ഒരു കൊച്ചു കുടുംബം. ഇദ്ദേഹം കരാട്ടെ മാസ്റ്ററാണ്. മോളും കരാട്ടയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത് തെറ്റ് കണ്ടാലും അപ്പം തട്ടിക്കേക്കണമെന്നൊക്കെയാണ് മോളെ വളർത്തി വച്ചിരിക്കുന്നത്. ഇപ്പം മോള് ഭയങ്കര അഗ്രസീവാണ്. എന്ത് കണ്ടാലും അപ്പം തന്നെ റിയാക്ട് ചെയ്യുന്നൊരു പ്രകൃതം. ഇവളുടെ ഈ സ്വഭാവം കൊണ്ട് തന്നെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. അമ്മയുടെ ക്യാരക്ടർ അഭിരാമി. ഇവൾക്ക് എന്തെങ്കിലും അപകടത്തിൽ പോയി ചാടുമോ എന്ന് പേടിച്ച് അവൾ നടക്കുകയാണ്. ഒരു ചിറ്റപ്പൻ കൂടിയുണ്ട്, വിവേക് പ്രസംഗനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു കൊച്ചു കുടുംബം ഒരു സൈഡിൽ കിടപ്പുണ്ട്. അപ്പുറത്തെ സൈഡിൽ ജോൺ കോക്കൻ, ഒരു കോർപ്പറേറ്റ് വിമൻ. അയാളുടെ ഒരു വലിയൊരു പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകുന്ന ഒരു പദ്ധതിയായിട്ട് മുന്നോട്ട് വരുന്ന അതിൻ്റെ കറപ്ഷനും അതിൻ്റെ കൈക്കൂലിയും പരിപാടികളൊക്കെ ആയിട്ട് ഒരു സൈഡിൽ കൂടി കോർപ്പറേറ്റ് വില്ലന്മാരും പോണ്. ഇവർ തമ്മിൽ പ്രത്യക്ഷത്തിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി ഇവർ തമ്മിൽ ഒരു കണക്ഷൻ വരികയാണ്. അതിനെ തുടർന്ന് ഈ സിനിമ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ആണ് ഈ സിനിമ പറയുന്നത്. അത് ഇങ്ങോട്ട് പ്രഡിക്റ്റബിളാണ്. കഥ ക്ലൈമാക്സ് എന്തായിരിക്കും എന്ന് നമുക്കറിയാം. ടെംപ്ലേറ്റ് ഒരു ഇതുപോലത്തെ പടങ്ങളിൽ ഒരു 1500 പടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ 1500 തോന്നുന്നു. പക്ഷേ ഇതിൽ കുറച്ച് പരിപാടികളുണ്ട്. അതിൽ എസ്പെഷ്യലി ഇതിൻ്റെ സ്ക്രിപ്റ്റ്, ഇതിൽ കുറേ കഥാപാത്രങ്ങളുണ്ട്. അവർ ചുമ്മാ എടുത്തിട്ടിരിക്കുന്നില്ല. ഓരോ ചില സാഹചര്യങ്ങൾ വരുമ്പം ഓരോരുത്തരും ഇതിങ്ങനെയാണെന്ന് അസ്യൂം ചെയ്യും, അസംഷൻ കൊടുക്കും കുറേ പേര്. അപ്പോൾ അവരത് അങ്ങനെ അസ്യൂം ചെയ്യണമെങ്കിൽ അവരുടെ പെർസ്പെക്റ്റീവ് അങ്ങനെ ആവണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. അപ്പോൾ ഇവരുടെ ക്യാരക്ടർ അങ്ങനെയാണെന്ന് ഭയങ്കരമായിട്ട്, ചെറിയ ക്യാരക്ടർ ആണെങ്കിൽ പോലും അവരെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത്. അത് നന്നായി കൺവേ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്തൊക്കെ ഇവരിങ്ങനെ ചിന്തിക്കണതിൽ നമുക്കൊരു അതിശയോക്തി വരുന്നില്ല. അങ്ങനെയുള്ള പലതരത്തിലുള്ള ചിന്തകൾ വരുമ്പോഴേക്കും അതുമൂലം ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ നമുക്ക് ആ ഒരു സാധനം എങ്ങനെ ആയിത്തീരും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സിനിമയുടെ ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇതിലോട്ട് എങ്ങനെയൊക്കെ ആവും എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര രസമായിരുന്നു. അതുപോലെ തന്നെ വേറെ വില്ലനായിട്ട് വന്നിട്ടുള്ള അർജുൻ ചിദംബരം എന്നിടത്തുണ്ട്. അവൻ്റെ ഒരു പെർഫോമൻസ് വന്നിട്ട് കിടിലമില്ലായി. അവൻ എത്ര പേരൊന്നാലും അടിച്ചിടും എന്നുള്ളൊരു സാധനം ഉണ്ട്. അവൻ കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഫൈറ്റ് സീക്വൻസ്, ഫിനിക്സ് പ്രഭു. സാധാരണ ഒരു സിനിമ വരുമ്പം സ്റ്റൺ മാസ്റ്റർ ഇദ്ദേഹമാണെന്ന് കാണുമ്പോഴേക്കും ഇതിലെന്തെങ്കിലും കാണുമെന്നുള്ള പ്രതീക്ഷിച്ച് ഞാൻ പോകും. പക്ഷേ മിക്ക നിരാശയാണ്. അപ്പോൾ ഇയാളെന്ത് ഈ മറ്റേ പടത്തിൽ ഇത്ര കിടിലായിട്ട് ചെയ്ത ആൾ ഇതിലെന്തിങ്ങനെ ചെയ്തു വെച്ചിങ്ങനെ നമ്മൾ ആലോചിച്ചു. എനിക്ക് വേണം പുള്ളി ഒരുപാട് അസിസ്റ്റൻസുമാരുണ്ടാവും, അവന്മാരായിരിക്കും ഇതിനൊക്കെ ഇട്ടിട്ട് ഇയാളുടെ പേരൊക്കെ വെച്ചിരുന്നത്. ഇയാൾ പക്ഷേ ഇതിൽ പണിയെടുത്തിട്ടുണ്ട്. ഓരോ മൂവ്മെൻറ്റും അത്രയും ശ്രദ്ധിച്ചിരുന്ന ഫൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രീതി മുകുന്ദൻ ഒരു രക്ഷയില്ല. പ്രീതി മുകുന്ദൻ അറിയാം, നിങ്ങൾ സ്കെൽറ്റ് ഇത്രയേ ഉള്ളൂ. ഇത് വെച്ചിട്ട് ഒരു കടാകടിയന്മാരെ തടിയന്മാരെ വരുമ്പോൾ ഇവൾ അടിച്ചിടുമോ എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ ഇവളെങ്ങനെ അടിച്ചിടുമോ എന്നുള്ളൊരു സാധനമല്ലേ വരുള്ളൂ. പക്ഷേ അവളുടെ പെർഫോമൻസ്, ഉള്ള ഫൈറ്റ് ഉണ്ട്, നമുക്കത് വിശ്വസിക്കും. ഇവൾ എത്ര വരുന്നാലും ഇവൾ അടിച്ചിടുമോ എന്നുള്ളൊരു സാധനമുണ്ട്. അതുപോലെ അർജുൻ ഈ പ്രായത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതിലുള്ള ഫൈറ്റ് സീൻസ് എല്ലാം കിടിലായിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഹൈ മൊമെൻറ്റ്സും വരുന്നുണ്ട്. പിന്നെ 1-2 പേരുടെ ഫൈറ്റ്സ് ഉണ്ട്. അത് അവർ സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണ്. സിനിമയിൽ നിങ്ങൾ സാധനം വരുമ്പോഴേ കുറച്ച് ആൾക്കാരുടെ പരിപാടികളുണ്ട്, ഞാൻ പറയുന്നില്ല. അതും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനെ പോകുന്ന ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ സീറ്റ് അടിച്ചും ചെറിയ ഡാർക്ക് ഹ്യൂമർ പരിപാടിയൊക്കെ ആയിട്ട് ഇത് നല്ല ഓളത്തിൽ പടം ബോറടി ഇല്ലാതെ മുന്നോട്ട് പോയിട്ടുണ്ട്. വലിയ ബഡ്ജറ്റ് ഭീകര പരിപാടിയൊന്നുമല്ല. ഒരു വീടും അതിനെ ചുറ്റിപ്പറ്റി ഒരു പോലീസ് സ്റ്റേഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ. കുറേ കുഞ്ഞു സൈഡ് ട്രാക്കുകൾ പോയിട്ടുണ്ട്. അതൊക്കെ രസം. ഒരുത്തന് ഭാര്യയുടെ മുമ്പിൽ പൈസ ഉണ്ടാക്കിയിട്ട് അവളെ അടിച്ചമർത്തിക്കണമെന്നുള്ള ഒരു ഒരുത്തയുണ്ട്. അതുപോലെ പേഴ്സ് കണ്ടുപിടിക്കാൻ നടക്കണ ഒരുത്തൻ. അങ്ങനെ കുറേ പേരുടെ കുറേ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ കുറേ ലോജിക്കൽ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഇത് നടക്കണ കാര്യമൊന്നുമല്ല, കുറേ ലോജിക്ക് വിഷയങ്ങളുണ്ട്. മൈൻഡ് ചെയ്ത് പടത്തിൽ ഹൈ മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ടോ, പടത്തിൽ കൈയടിക്കാൻ തോന്നുന്നുണ്ടോ, ഒരു ആക്ഷൻ പടം കണ്ടിട്ട് രോമാഞ്ചം വരുന്നുണ്ടോ, ഇത്രയും മാത്രം നോക്കിയാൽ മതി. അതിനുള്ള സാധനം സ്റ്റഫ് ഇതിനകത്തുണ്ട്. അത് അവർ നന്നായിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റിലും ഉണ്ട്, അത് എടുത്ത് മേക്കിങ്ങിലും ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയാം രവി ബാസ്റ്റൂർ കേട്ടോ. ഞാനിന്ന് മറ്റേ കാട്ടാളം കണ്ടപ്പോൾ ആലോചിച്ച്, മറ്റേ നമ്മളെ KGF 2, സലാറ്, പിന്നെ കപ്സ എന്നൊരു പപ്സ് പടം ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഏത് പടം എടുത്താലും ഒരേപോലെ ഇങ്ങനെ അങ്ങ് ഇയാൾ ഇത്രയും ഇത് വെച്ചിട്ട് എത്ര കാലം ഓട്ടിക്കുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച്. ഈ സിനിമ ഈ പടം കണ്ടതിന് ശേഷമാണ് ഇതിൻ്റെ പരിപാടിയൊക്കെ ഞാൻ നോക്കണത്. ആരൊക്കെയാണ് നോക്കിയപ്പോൾ രവി ബാസ്റ്റൂർ. ഒരു ബന്ധമില്ല, പുള്ളിയാണ് ചെയ്തതെന്ന് ഒന്നും പറയില്ല. കാരണം മറ്റേ സ്കോറുകളുമായിട്ട് ഒരു ബന്ധമില്ലാതെ സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് മനക്കെട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാട്ടാളം ചെയ്തതിൻ്റെ ഒരു ബന്ധമില്ലാത്ത സാധനം, പക്ഷേ കിടില സാധനം. കാട്ടാളം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു 2 മണിക്കൂറുള്ള ഒരു ട്രാക്ക് അവർക്ക് കൊടുത്ത് അവർ തുടക്കം മുതലിട്ട് ഓട്ടിക്കുകയാണ്. പഴയ പടങ്ങളിലൊക്കെ കല്യാണ ആൽബത്തിലൊക്കെ ചുമ്മാ കുറേ പാട്ടുകൾ അതുപോലെ ഫീൽ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇതിലങ്ങനെയല്ല, കിണ്ണം പരിപാടിയാണ് ഇതിനകത്ത്. ഇതിലുള്ള നടന്മാർ പണിയെടുത്ത് നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര ഈസി ആയിട്ടാണ് തോന്നുന്നത്, പക്ഷേ ഭയങ്കര ടഫായിട്ടുള്ള മൂവാണ്.
അത് പക്ഷേ അവർ പണിയെടുത്ത് അവർ ചെയ്തതാണ്. അത്രയും ഡെഡിക്കേഷൻ ഇവിടെ കാണാൻ. മറ്റേ പ്രൊഡക്ഷൻ ഡിസൈൻ വീരമണി ഗണേശൻ, കോസ്റ്റ്യൂം ഡിസൈനർ ദിനേശ് മനോഹരൻ, സൗണ്ട് ഡിസൈൻ സിംഗ് സിനിമ എല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ മറ്റ് വേഷങ്ങളിൽ പവനെന്ന് ഒരാളുണ്ട്, ദിലീപൻ മുരുകദോസിൻ്റെ അനിയൻ ഒരു പോലീസ് ഓഫീസറായിട്ട് വന്നിട്ടുണ്ട്, വിനോദ് സാഗർ രാക്ഷസനിലെ ടീച്ചർ, അങ്ങനെ രസമായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് പേരുണ്ട്, എല്ലാവരും നല്ല കിടലൻ പരിപാടികളൊക്കെ ആയിരുന്നു. ഞാൻ പറയാം, ലോജിക്കും കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. ലോജിക്കിൻ്റെയൊക്കെ ഒരു അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു ആക്ഷൻ പടം കണ്ട ഒരു ഫീല് ഈ സിനിമ കണ്ടപ്പോൾ ഉണ്ടായി. എന്ന് പറഞ്ഞിട്ട് ഭീകര പരിപാടിയൊന്നുമല്ല, ചിലയിടത്തെ കുറച്ച് ബിൽഡപ്പ് ഉണ്ട്. പിന്നെ ക്ലൈമാക്സും അങ്ങോട്ടൊക്കെ വരുമ്പോഴേക്കും കുറച്ചുകൂടി കുറയ്ക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്തരാ വരട്ടെ.